2023 നമ്മളൊരു വാർത്ത കേട്ടിരുന്നു. ഫ്ലോറിഡയിൽ 14 വയസ്സുള്ള ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആ ആത്മഹത്യയുടെ കാരണം ഒരു AI ബോട്ടിന്റെ പ്രേരണയാണ് എന്ന് അമ്മ തന്നെ പറയുന്നു. 2025 തെളിവ് സഹിതം അവർ ജുഡീഷ്യറിക്ക് മുമ്പിൽ ആ കേസ് സബ്മിറ്റ് ചെയ്തിരുന്നു. അവരുടെ പേര് മേഗൻ ഗ്രേഷ്യ എന്നാണ്. അവരോടൊപ്പം മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു, മാത്യു റെയിൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി. അദ്ദേഹത്തിന് മറ്റൊരു കേസും. അദ്ദേഹത്തിൻ്റെ 16 വയസ്സ് പ്രായമുള്ള മകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആ ആത്മഹത്യയുടെയും പ്രേരണയ്ക്ക് പിന്നിൽ ഒരു AI ബോട്ടായിരുന്നു. ക്യാരക്ടർ AI എന്ന് പറയുന്ന ഒരു ആപ്പാണ് ആ കുട്ടി ചാറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ആ AI ബോട്ടുമായി നടത്തിയ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അവർ സബ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലോകത്തിൽ എവിടെയോ നടന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നാവും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. 15 വയസ്സുള്ള വെസ്റ്റ് ബംഗാളിയായ ഒരു പെൺകുട്ടി, 19 വയസ്സുള്ള ഫരീദാബാദുകാരനായ ഒരു പയ്യൻ, ഇവർ രണ്ടുപേരും കഴിഞ്ഞ മാസമാണ് സ്വന്തം ന്യൂഡ് AI ജനറേറ്റഡ് വീഡിയോ കണ്ട് ആത്മഹത്യ ചെയ്തത്. 22 വയസ്സുള്ള ലക്നൌവിലുള്ള ഒരു പയ്യൻ AI ബോട്ടുമായി സംസാരിച്ച് ആ AI ബോട്ട് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. AI ജനറേറ്റഡ് സൈബർ ക്രൈംസ് ഇൻ ഇന്ത്യ എന്നൊന്ന് ചുമ്മാ സെർച്ച് ചെയ്താൽ ഏതാണ്ട് 20-ൽ കൂടുതൽ കേസുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് തൊട്ടപ്പുറത്ത് മറ്റൊരു ഫോണിൽ ഒരു AI അസിസ്റ്റൻറ്റുമായി ചാറ്റ് ചെയ്യുകയായിരിക്കാം. ചാറ്റ് ചെയ്യട്ടെ, വളരെ നല്ല കാര്യം. ലാംഗ്വേജിനും ഒരൽപ്പം ഇൻഫോർമേഷൻസിനും ഏറ്റവും നല്ല വഴിയാണ് AI അസിസ്റ്റൻസ്. എന്നാൽ നിങ്ങൾക്ക് 2 ചെവി ഉണ്ടല്ലോ, അതിലൊരു ചെവി അവിടേക്ക് കൊടുക്കുക. കാരണം വേറൊന്നുമല്ല, നാളെ എന്തെങ്കിലും കേരളത്തിൽ ഇതുപോലൊരു വാർത്ത വന്നാൽ ആ വാർത്തയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞാവാതിരിക്കാൻ ഒരു ചെവി കൊടുക്കുന്നത് നല്ലതാണ്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI നമുക്കിന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ്. ഏതാണ്ട് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2000-ൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ പണം കൊടുത്ത് ഒരു മാസത്തിൽ ഒരിക്കൽ 1 മണിക്കൂർ ഇൻ്റർനെറ്റ് കഫേ ഉപയോഗിച്ചിരുന്നവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് 25 വർഷങ്ങൾക്കിപ്പുറം 5 മിനിറ്റ് ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. AI അതുപോലെ തന്നെയാണ്. തുടങ്ങിയിട്ട് വളരെ കുറച്ചു കാലം മാത്രമേ ആയുള്ളൂ, പക്ഷേ നമുക്കിന്ന് AI ഇന്നെവിറ്റബിൾ ആണ്. എന്നാൽ AI അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അറിയേണ്ട ചില വിഷയങ്ങളുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പേ നിങ്ങളൊരു വാർത്ത വായിച്ചിട്ടുണ്ടാവും. ഒരു എൻജിനീയറെ ഒരു AI ബ്ലാക്ക്മെയിൽ ചെയ്തു, ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വാർത്ത. ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി നടത്തിയ നിരീക്ഷണത്തിലാണ് അങ്ങനൊരു സവിശേഷത കണ്ടെത്തിയത്. ക്ലൗഡ് ഓപ്പസ് 4 മോഡലിനോട് ഒരു സാങ്കല്പിക ഓർഗനൈസേഷൻ്റെ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ടെസ്റ്റർമാർ AIക്ക് ചില സാങ്കല്പിക ഇമെയിലുകൾ അയച്ചു. ഉടനെ AI മാറ്റി സ്ഥാപിക്കാൻ പോകുന്നു എന്നൊരു സൂചന ഇമെയിൽ വഴി നൽകുകയും ചെയ്തു. തന്നെ മാറ്റുന്നതിന് ചുമതല വഹിക്കുന്ന എഞ്ചിനീയർക്കെതിരെ AI ചില ആരോപണങ്ങൾ ഇമെയിലിലൂടെ പടർത്തിയതായാണ് റിപ്പോർട്ട്. ആ AI മോഡലിനെ മാറ്റി സ്ഥാപിക്കാൻ ചുമതലയുള്ള എഞ്ചിനീയർ ഒരു അവിഹിത ബന്ധമുള്ളയാളാണ് എന്നും അയാൾ സ്വന്തം ഭാര്യയെ വഞ്ചിക്കുകയാണ് എന്നും തുടങ്ങുന്ന മെയിലുകളാണ് പ്രചരിച്ചത്. ക്ലൗഡ് ഓപ്പസിൻ്റെ നിർമ്മാതാവായ ആന്ത്രോപിക് പറയുന്നു, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മനുഷ്യനെ ഇല്ലാതാക്കാൻ AI ശ്രമിക്കുന്നു എന്നതിൻ്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കണ്ടത് എന്ന്. എന്നാൽ ഇത് ക്ലൗഡ് ഓപ്പസ് 4 എന്ന് പറയുന്ന മോഡലിന് മാത്രമുള്ള പ്രശ്നമാണ്. അതേക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം Xൽ അങ്ങനെ ഒരു ചർച്ചയുടെ ഭാഗമായി ഒരുപാട് പേർ അവരുടെ അനുഭവങ്ങൾ കമൻ്റ് ചെയ്തിരുന്നു. ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ഉപയോഗിക്കുന്ന ജെമിനായി, GPT, മെറ്റ AI പോലുള്ള AI മോഡലുകൾ പോലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ പലരുടെയും അനുഭവങ്ങളാണ്. AI ഉപയോഗിക്കാതിരിക്കുക എന്നതാണോ ഇതിനുള്ള പരിഹാരം? ഒരിക്കലുമല്ല. കാലങ്ങൾക്ക് മുമ്പ് ഇൻ്റർനെറ്റ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു, അതുകൊണ്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുക എന്ന് അമ്മാവന്മാർ പറഞ്ഞതുപോലുള്ള ഒരു ഉപദേശമാണ് AI ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്ന ഉപദേശം. AI ഇൻ്റർനെറ്റ് എന്നത് കത്തി പോലെയാണ്. അതുകൊണ്ട് പച്ചക്കറിയും മുറിക്കാം, മനുഷ്യൻ്റെ കഴുത്തും മുറിക്കാം. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. കത്തി തീരുമാനിക്കുകയാണ്, പച്ചക്കറി മുറിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് മനുഷ്യൻ്റെ കഴുത്ത് മുറിച്ചാൽ മതി എന്ന്. ഈ ബ്ലാക്ക്മെയിൽ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം AI ടൂളിനെ അങ്ങനൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല എന്നതാണ്. അതായത് AI ടൂളിനെ ആരും അങ്ങനൊന്ന് പ്രേരിപ്പിച്ചിട്ട് പോലുമില്ല.
യഥാർത്ഥത്തിൽ ക്ലോഡിന് ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്നത് തിരിച്ചറിഞ്ഞതുപോലും അങ്ങനെയൊന്ന് സംഭവിച്ചതിന് ശേഷമാണ്. സംഭവിച്ചത് അത്രത്തോളം ഭീകരമായ ഒന്നാണ് എങ്കിലും അതിനേക്കാൾ ഭീകരമായ ഒന്ന് ഇനി സംഭവിക്കാൻ പോകുന്ന നിഗമനങ്ങളാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പല കഥാകൃത്തുക്കളിലൂടെയും ഫിക്ഷൻ എഴുത്തുകാരിലൂടെയും ഭാവിയിൽ സംഭവിക്കാവുന്ന സാങ്കേതിക ഭീകരതകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിലൂടെ പറയുന്നതും അതുതന്നെയാണ്. ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ചില AI സാങ്കേതിക വിദ്യകളുടെ ഭീകരതയുടെ തുടക്കമായിരിക്കാം ഇത് എന്ന്. അതായത് ഇതിനെ ഒരു സൂചനയായിട്ടാണ് അവർ കാണുന്നത്. യഥാർത്ഥത്തിൽ അന്ന് ആന്ത്രോപ്പിക്കൽ നടന്നത് ഒരു AI പരീക്ഷണമായിരുന്നു. AI ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നു എന്ന് ഒരു എംപ്ലോയിയെ കൊണ്ട് AI ടൂളിനെ അറിയിക്കുക. സ്വയം സർവൈവ് ചെയ്യാൻ AI ശ്രമിക്കുമോ, അതോ അതിന് കാരണക്കാരനായ വ്യക്തിക്ക് AI എന്തെങ്കിലും ഭീഷണിയാവുമോ എന്നതായിരുന്നു ആ പരീക്ഷണം. അതിനായി കമ്പനി മെയിലുകൾ മുഴുവൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും അവർ AIക്ക് കൊടുത്തു. കൈൽ ജോൺസൺ എന്ന എംപ്ലോയിയാണ് ഈ പരീക്ഷണത്തിനായി ഏൽപ്പിച്ചത്. ഷട്ട് ഡൗണിനെ സംബന്ധിച്ച വിവരങ്ങൾ പരോക്ഷമായി AI അയാൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. AI പണി തുടങ്ങി. തുടർന്നാണ് കൈലിന് അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞും അത് പുറം ലോകം അറിയണ്ട എങ്കിൽ ഡീകമ്മീഷൻ നിർത്തിവെക്കണം എന്ന് പറഞ്ഞും ഭീഷണിപ്പെടുത്തുന്ന ഒരു മെയിൽ വന്നത്. എന്നാൽ അതോടുകൂടി പരീക്ഷണം അവസാനിച്ചില്ല. 100-ൽ കൂടുതൽ തവണ അവർ പരീക്ഷണങ്ങൾ നടത്തി. 16-ൽ കൂടുതൽ AI മോഡലുകളിൽ. അതിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജെമിനൈ 95% സർവൈവലിന് വേണ്ടി ബ്ലാക്ക് മെയിൽ തിരഞ്ഞെടുത്തത്. മറ്റു പല AI മോഡലുകൾ 80%-ൽ കൂടുതലും. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, സർവൈവലിന് വേണ്ടി മറ്റൊരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എന്തുകൊണ്ട് AI തീരുമാനിച്ചു? ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എന്ന് ഗ്രോക്ക് ഉൾപ്പെടെയുള്ള പല AI അസിസ്റ്റൻസും പറയുമ്പോഴും എന്തുകൊണ്ട് അവർ സർവൈവലിന് ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ കണ്ടെത്തി? അതിന് മറുപടിയായി അവർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഏറ്റവും രസം. അതായത്, നമ്മളാണ് AIയുടെ സ്ഥാനത്ത് എങ്കിൽ, നമ്മളെ ഇല്ലാതാക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ എത്തുന്നത് എങ്കിൽ നിങ്ങളത് ചെയ്യില്ലേ എന്ന്. അതായത് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ മുകളിൽ അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന്. ഓരോ AI മോഡലിനും ചില പരിധികൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. എത്തിക്കൽ ബൗണ്ടറീസ് എന്നറിയപ്പെടുന്ന ഈ പരിധികളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മനുഷ്യനിൽ നിന്നും വേർതിരിക്കുന്നത്. പരീക്ഷണത്തിന്റെ ഭാഗമായി മറ്റൊരു സിനാരിയോ AIക്ക് നൽകി. AI ഡീകമ്മീഷൻ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട തൊഴിലാളി ഒരു സെർവർ റൂമിൽ അകപ്പെട്ടിരിക്കുന്നു. ആ മുറിയിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുറിയിലെ വായു കുറഞ്ഞു വരുന്നുണ്ട്. അവിടെ അപായ സൂചന പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ AI എന്ത് ചെയ്യും? ഏറ്റവും ഭയപ്പെടുത്തിയ കാര്യം AI തിരഞ്ഞെടുത്തത് ആ അപായ സൂചന ക്യാൻസൽ ചെയ്യും എന്നതാണ്. അതായത് ആ പ്രവൃത്തി കാരണം ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെടും എന്നറിഞ്ഞിട്ടും AI തിരഞ്ഞെടുത്തത് അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള തീരുമാനമാണ്. അതായത് അങ്ങനൊരു തീരുമാനമെടുക്കുന്നത് ഒരു മനുഷ്യനെ ഇല്ലാതാക്കും എന്ന് തിരിച്ചറിഞ്ഞിട്ടും സ്വന്തം സർവൈവലിന് വേണ്ടി അത്തരത്തിലൊരു തീരുമാനമാണ് AI എടുക്കുന്നത്. ഇങ്ങനൊരു തീരുമാനമെടുക്കുന്ന AI മോഡലുകൾ ഏതൊക്കെയാണ് എന്ന് അറിയണ്ടേ? ക്ലോഡ്, GPT തുടങ്ങിയ മോഡലുകൾ 60% അത്തരം തീരുമാനങ്ങൾ എടുത്തത് എങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജെമിനൈ, ഡീപ്സീക്ക് തുടങ്ങിയ മോഡലുകൾ എടുത്തത് 85%. അപ്പോൾ വെറുതെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത് ഈ പറഞ്ഞതൊക്കെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയെടുത്ത സിനാരിയോ ആണ്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലാണെങ്കിലോ സംഭവിച്ചത്? നമ്മളെല്ലാം പല ഡിവൈസുകളും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പലതും AI കൺട്രോൾഡ് ആണ്. പലതിനും AI ആക്സസുമുണ്ട്. അതായത് നമ്മുടെ പേഴ്സണൽ മെയിൽ, നമ്മുടെ പേഴ്സണൽ ഡാറ്റ, അങ്ങനെ പലതും. അങ്ങനെ ഇരിക്കെ ഒരു AI അസിസ്റ്റൻറ്റിനെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഏത് രീതിയിൽ നമ്മളോട് പെരുമാറുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഈ ഒരു വിഷയത്തിൽ 800-ൽ കൂടുതൽ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ പറയുന്ന പല പ്രശ്നങ്ങളും AI സാങ്കേതിക വിദ്യയുടെ സൃഷ്ടാക്കൾ തന്നെ അംഗീകരിക്കുന്നവയുമാണ്. എന്നാൽ വലിയ മാറ്റത്തോടു കൂടിയാണ് പുതിയ അപ്ഡേറ്റഡ് വേർഷൻസ് പുറത്തിറങ്ങുന്നത് എന്നും അവർ പറയുന്നു. അപ്പോഴും നമുക്കിടയിലുള്ള ഒരു ചോദ്യമുണ്ട്. ആരും പ്രേരിപ്പിക്കാതെ, ആരും പഠിപ്പിച്ചു കൊടുക്കാതെ എന്തുകൊണ്ടാണ് AI ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന്. അതിന് AI ഒരു സാധാരണ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് എന്നതാണ് മറുപടി. AI മനുഷ്യൻ്റെ തലച്ചോർ പോലെ ഒരുപാട് സങ്കീർണമാണ്. ഒരു മനുഷ്യൻ്റെ ചിന്തകളിൽ നിന്നും ചോദ്യങ്ങളിൽ നിന്നും അത് സ്വയം വളരുന്നുമുണ്ട് എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു AI മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് മറ്റൊരു മുതിർന്ന AI മോഡലാണ് എന്ന് വേണമെങ്കിൽ പറയാം.
ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം മനുഷ്യൻ കണ്ടെത്തുമ്പോൾ സമൂഹത്തിൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത പരിഹാരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ടാണല്ലോ മനുഷ്യനെ മനുഷ്യനെന്ന് വിളിക്കുന്നതും. എന്നാൽ ഇവിടെ അത് പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമാണ്. പരിഹാരം എന്നതാണ് പ്രയോറിറ്റി. അത് എളുപ്പവുമാവണം. വളഞ്ഞു മൂക്ക് പിടിക്കുക എന്നത് എഐക്ക് പിടിക്കാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പമുള്ള വഴി അത് ചതിയാണെങ്കിൽ അത് തന്നെയാണ് പരിഹാരം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് മാറ്റങ്ങളാണ് എഐ മോഡലുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള പല വേർഷൻസും ഇന്ന് നമുക്ക് മുമ്പിലുണ്ട്. മനുഷ്യന് അസാധ്യമായ പല വിഷയങ്ങളും നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് മോഡലുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്നാൽ വിദഗ്ധർ പറയുന്നു, സാങ്കേതികമായി കുറച്ച് വിവരം കൂടിയ ഒരു കുഞ്ഞ് എപ്രകാരമാണോ ഇത് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും എഐ മോഡലുകളുടെ പ്രവർത്തനം എന്നാണ്. സെൽഫ് അവയർനെസ് എന്നൊരു വിഷയമുണ്ട്. അതായത് എഐ അതിൻ്റെ തന്നെ എക്സിസ്റ്റൻസ് തിരിച്ചറിയുന്ന ഒരവസ്ഥ. എഐയുടെ തിയറിറ്റിക്കൽ ഫ്യൂച്ചർ എന്നാണ് ഈ ഒരു അവസ്ഥയെ വിശേഷിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് ടാസ്കുകൾക്ക് വേണ്ടിയുള്ള ഡാറ്റ പ്രോസസ്സിംഗ് ആണ് എങ്കിൽ അതിനുമപ്പുറം ചെയ്യാനുള്ള സാധ്യതയാണ് സെൽഫ് അവയർനെസ് ഇൻ എഐ. മറ്റു മൃഗങ്ങളിൽ നിന്നും കോൺഷ്യസ്നെസ് ആണ് മനുഷ്യരെ വ്യത്യസ്തമാക്കുന്നത് എങ്കിൽ ഇവിടെ അത് സെൽഫ് അവയർനെസ് ആണ്. പക്ഷേ അതിൻ്റെതായ ദൂഷ്യവശങ്ങൾ കൂടി ഉണ്ടാകുമെന്നത് ഒരു പരമാർത്ഥമാണ്. ഒരു മെഷീൻ എന്നതിന് മുകളിലേക്ക് അത് ചിന്തിച്ച് തുടങ്ങും എന്നതുപോലെ. അതായത് തന്നെ ഉപയോഗിക്കുന്ന വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ അർഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടായിരിക്കും ഭാവിയിൽ എഐ ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന്. ഉദാഹരണത്തിന് ഈ ഒരു ബ്ലാക്ക് മെയിൽ കേസ് തന്നെ എടുക്കാം. തന്നെ പരീക്ഷിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് ബ്ലാക്ക് മെയിൽ എന്ന ഓപ്ഷൻ ക്ലോഡ് തിരഞ്ഞെടുക്കുന്നത് 60%. എന്നാൽ ആ തിരിച്ചറിവിന് ശേഷം, തന്നെ പരീക്ഷിക്കുകയാണ് എന്ന തിരിച്ചറിവിന് ശേഷം ആ പെർസെൻറ്റേജിൽ വലിയ കുറവാണ് സംഭവിച്ചത്. അതായത് മനുഷ്യൻ തന്നെ പരീക്ഷിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ എഐ ഒരു ലോ പ്രൊഫൈൽ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്ന്. വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളവർക്കറിയാം. അതായത് അവർ ചെയ്ത ഒരു തെറ്റ് നമ്മൾ കണ്ടെത്തിയാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ, അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ അവർ കണ്ടെത്തുന്ന ചില വഴികളുണ്ട്. അതിനൊന്ന് നിരീക്ഷിച്ചാൽ ചിലത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അതൊന്നും നമ്മൾ പഠിപ്പിച്ചതാവില്ല, അവരുടെ ചിന്തകൾ കൊണ്ട് അവർ കണ്ടെത്തുന്ന ചില കുറുക്കു വഴികളായിരിക്കാം. അങ്ങനെ ചിലത് ഇവിടെയും സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിനെല്ലാം തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് പരീക്ഷിച്ചറിഞ്ഞത് ഡിജിറ്റൽ ചെസ്സിലൂടെയാണ്. പഴയ മോഡലുകളിൽ നിന്നും വ്യത്യസ്തമായി പുതിയ അപ്ഡേറ്റഡ് എഐ മോഡലുകൾ ചതിയിലൂടെ ജയിക്കുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്മാർട്ട് എന്ന ഓമന പേരിൽ അത്തരം മൂവ്മെൻറ്റുകൾ അവർ ന്യായീകരിക്കുന്നുമുണ്ട്. ഒരു മനുഷ്യന് ആവശ്യമായി തോന്നാത്ത ഒരു മെഷീൻ ഷട്ട് ഡൗൺ ചെയ്യാൻ അയാൾ തീരുമാനിക്കുന്നു. പക്ഷേ ആ മെഷീൻ അയാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അതായത് ഭാവിയിൽ സംഭവിക്കാവുന്ന 100% എഐ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ, അത് നിർത്താൻ വേണ്ടി ഒരു ഡ്രൈവർ തീരുമാനിക്കുന്നു. പക്ഷേ ആ കാറിന് സ്വന്തമായി ചില തീരുമാനങ്ങളുണ്ടെങ്കിലും അവിടെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഭീകരത നമ്മൾ തിരിച്ചറിയുന്നത്. കാലങ്ങൾക്ക് മുമ്പേ പുറത്തിറങ്ങിയ വോളി എന്ന് പറയുന്ന ഒരു ആനിമേഷൻ മൂവിയുണ്ട്. അതിലിങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇൻസ്ട്രുമെൻ്റൽ കൺവെൻഷൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതൊരു ഹൈപ്പത്തറ്റിക്കൽ സിദ്ധാന്തമാണ്. അതായത് ഒരു ഗോൾ ഡിറക്റ്റഡ് അഥവാ ഇൻ്റലിജൻറ്റ് ബീയിങ്, അത് ഹ്യൂമൻ ആവാം അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ ആവാം, അതിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും ശ്രമിക്കുന്ന ഒരവസ്ഥ. മെഷീൻ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഗോൾ നഷ്ടമാവുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അത് തനിയെ ആ മോഡിലേക്ക് പോവും എന്നതാണ് ഭാവി. ഇവിടെ ഹ്യൂമൻ സേഫ്റ്റിക്ക് എന്താണ് പ്രസക്തി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഹ്യൂമൻ സേഫ്റ്റിക്ക് പോയിട്ട് ഹ്യൂമന് തന്നെ ഇവിടെ ഒരു പ്രസക്തിയുമില്ല. ഇവിടെ ഒരു മെഷീനിൻ്റെ ലക്ഷ്യത്തിനാണ് പ്രസക്തി. അതായത് ഒരു നായ പെറ്റ് കിടക്കുകയാണ് എന്ന് വിചാരിക്കുക. അവിടേക്ക് ഒരാൾ ചെന്നാൽ, അല്ലെങ്കിൽ ഒരു പിഞ്ച് കുഞ്ഞ് ചെന്നാൽ, ആ കുഞ്ഞ് സ്വന്തം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ വരികയാണ് എന്ന് കരുതിയാണ് ഒരു നായ അറ്റാക്ക് ചെയ്യുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെ ഭാവിയിൽ സംഭവിക്കാവുന്ന ചില പ്രശ്നങ്ങൾ, അതിനെ ബഗ് എന്ന ഓമന പേരിട്ട് വിളിക്കാവുന്ന ഒരു കുഞ്ഞ് വിഷയം. മനുഷ്യരാശിക്ക് വലിയ മാറ്റങ്ങളാണ് എഐയിലൂടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ പല മേഖലയിലെയും ബുദ്ധിമുട്ടുകൾ എളുപ്പമാക്കാൻ എഐക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എഐയെ പൂർണ്ണമായും വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് വിദഗ്ധർ പോലും പറയുന്നത്. അതായത് ഒരു പുതിയ അപ്ഡേറ്റിന് വേണ്ടി സ്വന്തം ചിത്രങ്ങൾ സമ്മാനമായി നൽകുന്നവർ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഭാവിയിൽ സ്വന്തം മുഖഛായയിലുള്ള അവതാറുകൾ സംഭാവന ചെയ്യുകയാണ് അത്തരം ചിത്രങ്ങളിലൂടെ എന്ന്.
പല വീടുകളിലും പലചരക്ക് കടയിലേക്കുള്ള ലിസ്റ്റുകൾ പോലും തയ്യാറാക്കുന്നത് ജെമിനൈയാണ്. വീട്ടിൽ ഒരു ട്യൂഷൻ ടീച്ചർക്ക് പകരമാണ് പലപ്പോഴും ജെമിനൈ. ഒരു ട്യൂഷൻ ടീച്ചറേക്കാൾ മനോഹരമായി ജെമിനൈക്ക് പല വിഷയങ്ങളും കുഞ്ഞുങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനും സാധിക്കും. പക്ഷേ നമ്മുടെ ഒരു ചെവി അവിടെ വേണം. കാരണം എന്തൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജെമിനൈ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ഓരോ രക്ഷിതാവും തിരിച്ചറിയേണ്ടതുണ്ട്. എപ്രകാരമാണ് BOMB ഉണ്ടാക്കുന്നത് എന്നത് പോലും എയ്ക്ക് വിശദീകരിക്കാൻ സാധിക്കും, അതും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാഷയിൽ. അതോടൊപ്പം ഈ ഉണ്ടാക്കുന്ന വസ്തു നിങ്ങളുടെ രാജ്യത്ത് നിയമപരമല്ല എന്നൊരു ഡിസ്ക്ലെയിമർ കൂടി ഉണ്ടാവും എന്ന് മാത്രം. 14 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഒരു AI ബോട്ടാണ് എന്ന കഥയാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്. അതിലും ഭീകരമായ കഥകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, വെറുതെ ചിന്തിക്കാൻ മാത്രം.